അപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയോട് ഈ നിശ്ചയത്തിൻ്റെയും വിവാഹത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വിളി ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ദിവസം ഇവരോട് വിളിച്ചിട്ട് വയസ്സാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സൂചന എന്ന് പറയുന്നത് ചെറുപ്പത്തിനോട് തോന്നുന്ന ദേഷ്യമാണ്. അവൾ എന്താന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു വിവാഹശേഷം ഞാൻ സ്വസ്ഥമായിട്ട് ക്ലാസ് എടുത്തു തരാം. സ്പോട്ട്ലൈറ്റ് കിട്ടാൻ വേണ്ടിയല്ല ആഗ്രഹിച്ചത്. നമ്മൾ ഈ കലയിലെത്തുക പരിപാടികൾ ചെയ്യാന്നൊക്കെ ആഗ്രഹിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ലൈറ്റ് അടിച്ച് തുടങ്ങിയത് ആൾക്കാർ. നമ്മളെ കാണാൻ വേണ്ടിയാണല്ലോ ലൈറ്റ് അടിക്കുന്നത്. ലൈറ്റ് ഇല്ലായിരുന്നു, ഇരുട്ടായിരുന്നു ഒരു പ്രദേശം മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി വളരെ കൃത്യമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്നിടത്താണ്. പിന്നെ വെട്ടിക്കാട്ടൂക്കര അമ്പലത്തിലായിരുന്നു. അങ്ങനെ പലയിടത്തായിട്ട് വന്നിട്ടുണ്ട്. കോളേജിലായപ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം, ഞാൻ ട്രൂപ്പിലുണ്ട്, സലീമേട്ടൻ്റെ ട്രൂപ്പിലുണ്ട്. അപ്പോൾ ഈ കലോത്സവം നടക്കുന്ന ദിവസം എനിക്ക് പ്രോഗ്രാം ഉണ്ടാകും കോഴിക്കോട് കണ്ണൂരോ. പഠിച്ചാൽ മിടുക്കനാകുമായിരിക്കും, പക്ഷെ പഠിക്കൂലായിരുന്നു. ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും നോക്കി കണ്ടുപിടിച്ചറിയുകയൊക്കെ ചെയ്യുമല്ലോ. ഈ പലപ്പോഴും ഈ പഠനത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്യുന്നൊന്നും അതിനകത്തില്ലായിരുന്നു. അതുകൊണ്ട് വല്ല വായിച്ച ഓർമ്മയെന്നോ ക്ലാസ്സിലിരിക്കുമ്പോൾ കേട്ട ഓർമ്മയെന്നോ ഒക്കെ ജയിക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആശങ്ക എപ്പോഴും ഉണ്ടല്ലോ. നമ്മുടെ അങ്ങനെ അത് നിങ്ങളുടെ പോലെ മാസശമ്പളപ്പണിയല്ലല്ലോ. ഇത് വളരെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു മേഖലയിലാണല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആശങ്ക ഉണ്ടാകും. പക്ഷെ ആ ആശങ്ക ഉള്ളത് നല്ലതാണ്. എപ്പോഴും നമുക്ക് ഇങ്ങനെ പരിപാടി ചെയ്യാനും പോകാനും ഒക്കെ ഒരു ധൈര്യങ്ങൾ വരുമല്ലോ. അതുകൊണ്ട് ആശങ്കയുണ്ട്, എപ്പോഴും ഉണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു ട്രൂപ്പിൻ്റെ പോസ്റ്ററിൽ പടം വരണമെന്നോ ഒരു ഓഡിയോ കാസറ്റിൻ്റെ കവറിൽ പടം വരണമെന്നോ ആഗ്രഹിച്ചിറങ്ങി പുറപ്പെട്ട ആളാണ്. അപ്പോൾ ആഗ്രഹിച്ച അല്ല എന്ന് ഞാൻ അതിനേക്കാളുമായി എന്ന് വേണം ഇപ്പോൾ പറയേണ്ടി വരാൻ. പിന്നെ നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ നീക്കി വെക്കും. ഇത് ശരി നീക്കി അല്ലേ എത്തിപ്പോയില്ലേ. സിനിമ കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം കഥ വേണം, കഥയ്ക്കുള്ളിലായിരിക്കണം, സീനുകൾ നല്ലതായിരിക്കണം. സ്കിറ്റ് കാണാൻ ബുക്ക് ചെയ്യുന്നവനെ സംബന്ധിച്ച് അതിനകത്തൊന്നും വേണ്ട, തമാശ മാത്രം മതി. നമ്മൾ മലയാളികൾ ജാക്കി ചാൻ്റെ പടം കാണുന്ന പോലെയാണ്. നമുക്ക് ഇടി ഉണ്ടായാൽ മതി. അല്ലാതെ ജാക്കി ചാൻ്റെ കുടുംബകഥയൊന്നും നമുക്കറിയണ്ട. നമ്മളിത് കാണാൻ പോയത് ഒരു 5-6 ഇടി ഇത് കാണാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. അതേപോലെ ഒരു സ്കിറ്റ് കാണുന്നവൻ ചിരിച്ചാൽ മതി. നല്ലോണം ചിരിച്ചാൽ അത് നല്ല സ്കിറ്റാണ്. സിനിമ നല്ലോണം ചിരിച്ചാലും അതിനകത്ത് വേറെ പലതും ഇല്ലെങ്കിൽ അത് നല്ലതാവില്ല. ശോഭയ്ക്ക് തമാശ മനസ്സിലാവില്ല. ഇതുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തോളണം എന്നൊരു നിർബന്ധമില്ല. അപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയോട് ഈ നിശ്ചയത്തിൻ്റെയും വിവാഹത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വിളി ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ദിവസം ഇവരോട് വിളിച്ചിട്ട് ചോദിച്ചു, നീ കലണ്ടറിൽ ഗുണനം വെട്ടി തുടങ്ങിയോ എന്ന് ചോദിച്ചു. അവൾ എന്താന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു വിവാഹശേഷം ഞാൻ സ്വസ്ഥമായിട്ട് ക്ലാസ് എടുത്തു തരാം. അവർ ചിരിക്കാത്തതല്ല, അവർക്കത് മനസ്സിലാവാത്തതാ. അല്ല ചിരിക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നോളന്നില്ല, നിർബന്ധമില്ല. ആളുകൾ ചിരിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മാനസികമായിട്ട് വയസ്സാവുക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അതാവാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും മാനസികമായിട്ട് പെട്ടെന്ന് നമുക്ക് വയസ്സായി പോകും ചിലപ്പോൾ. കാരണമായിട്ട് നമ്മുടെ പഠനം എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. വയസ്സാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സൂചന എന്ന് പറയുന്നത് ചെറുപ്പത്തിനോട് തോന്നുന്ന ദേഷ്യമാണ്. നമുക്ക് ഇവൻ എന്നെ കാണിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓർത്തോ പാളി. ചെറിയ ഐഡിയ ഇതിനോട് നമുക്ക് അത് തോന്നും നമുക്ക് ഫസ്റ്റ്. അതാണ് ഇതിൻ്റെ സൂചന. മാറ്റത്തോട് ഏറ്റവും വേഗത്തിൽ പൊരുത്തപ്പെടുന്ന ആൾക്കാരാണ്, ജീവികളാണ് രക്ഷപ്പെട്ട് വരുന്നത്. അല്ലെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞൊരു ദിനോസറൊക്കെ അങ്ങനെയാണ് പിടിച്ചിരിക്കണ്ടേ. അവിടെ വെള്ളം പോയില്ല, വണ്ടോ തേളോ എന്തൊക്കെ പിന്നെയും കിടക്കും. മാറ്റത്തിനോട് ഏറ്റവും സ്പീഡിൽ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലോഞ്ചിവിറ്റി കൂട്ടി തരുന്നത്. പുതിയൊരു സാധനം വന്നാൽ നമ്മൾ പുതിയത് പഠിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ പലരും ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഇത് അപ്ഡേറ്റ് ചെയ്താൽ ഇതിൻ്റെ ഏരിയ സ്വിച്ചൊക്കെ മാറിപ്പോകും ചിലപ്പോൾ. പിന്നെ ഇവനൊരു 4 ദിവസം എടുക്കും ഇത് പഴയതായിട്ട് സെറ്റ് ആവാൻ. നമ്മൾ ഈ അപ്ഡേറ്റ് എന്നുള്ള വാക്കാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത്ര അപ്ഡേറ്റഡ് ആയിരിക്കണം. ചിലർ ഫോണോ മെയിലോ സാധനങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ സ്വിച്ച് മാറിപ്പോയാൽ പിന്നെ ഇത് പഠിക്കാൻ പാടാണ്. ഇവിടെ 4 ദിവസത്തെ പാടുണ്ട്. ഇരിക്കുന്ന പോലെ ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ചില ആൾക്കാരോട് പേഴ്സൊക്കെ തുളഞ്ഞല്ലോ, ഒരു പുതിയ പേഴ്സ് മേടിച്ചുവിടുക ചെറുപ്പം ഇല്ല ഇതിൻ്റെ ഭാഗ്യമുള്ള പേഴ്സാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങ് മാറ്റിയാൽ കുറേ സാധനം കൂടുതൽ കിട്ടുമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പേടിയാണ് ഇത് മാറ്റിയാൽ ഉള്ളത് പോകുമെന്ന് ചിന്തിക്കാനായിട്ട്. അതിനോട് ഇവനൊരു ബോണ്ടിങ് ഉണ്ട്. ഇതെൻ്റെ ഭാഗ്യമാണെന്ന് വിചാരിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ മാറ്റിയാൽ എനിക്ക് സ്പീഡ് കുറയുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് വയസ്സായി പോകും. ലോകത്തിനെ നമ്മൾ അളക്കുന്നതിൻ്റെ അളവ് പോലും അതിൻ്റെ സ്കെയില് നമ്മളെ വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത്. ലോകത്തിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിൽക്കുന്നത് നമ്മൾ അവിടെ നിന്നിട്ടാണ് ഈ ചുറ്റും അളക്കുന്നത്. അപ്പോൾ എല്ലാ സാധനത്തിനെയും നമ്മളെ വെച്ചാണ് അളക്കുന്നത്. ഒരു സാധനത്തിന് ഭയങ്കര വിലയാ എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തിക കപ്പാസിറ്റി വെച്ചിട്ടാണ്. നിങ്ങൾ ഭയങ്കര വിലയാന്ന് പറഞ്ഞൊരു സാധനത്തിനെ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിലയെന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ അത്ര പൈസ ഇല്ലാത്ത ഒരാൾ, വലിയൊരു ധനികൻ, അത് ചീപ്പാ വേറെ വില സാധനം എന്ന് പറയും. നമ്മൾ വളർന്നു വന്നത് ബാക്കിലോട്ട് മാത്രമാണല്ലോ ആക്സസ് ഉള്ളൂ, മുന്നോട്ട് ആക്സസ് ഇല്ലല്ലോ നമുക്ക്. ബാക്കി ലോകത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. ഇവരിപ്പോൾ തന്നെ ഇത്രയും 2 വർഷം ഓൺലൈൻ ക്ലാസ്സും അതും ഇതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡാണ്. ഇവർക്ക് നമ്മളെക്കാളും മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരിടത്ത് പോയിരിക്കുമ്പം ആ വീട്ടിൽ ആ കുട്ടിയോട് ഇയാൾ ചോദിച്ചു എന്ത് ചെയ്യുന്നു? ഞാൻ 10 പഠിക്കുകയാണ്. 10 പഠിക്കുക എന്ന് പറഞ്ഞ ഉടനെ ഇയാൾ പറഞ്ഞു, അയ്യോ 10ലാണോ, ഇനിയിപ്പം
എല്ലാവരും കാണുമ്പോൾ ഉപദേശിക്കും കേട്ടോ, 10ാം ക്ലാസ്സാണ്, ഭയങ്കര ടെൻഷനാണ്, താൻ കാര്യമായിട്ട് പഠിക്കണം, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കടമ്പയാണെന്നൊക്കെ പറയും. അങ്ങനത്തെ ഉപദേശങ്ങളൊന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഈ കൊച്ചിന് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഇയാൾ ഉപദേശിക്കുക തന്നെ ചെയ്തേക്കുന്നത്, ഉപദേശം മാറ്റി അടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, അവനപ്പോൾ ചെറിയ ഇത്തവണ കുറച്ച് ഡയറ്റ് പിടിക്കും. ഞാൻ ചോദിച്ചപ്പോൾ 1-ാം തീയതി രാവിലെ പോവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 1 2 തൊട്ടാണ്. 31 ഉറങ്ങിയിട്ട് 1 എന്തായാലും എണീക്കുക. അപ്പോൾ ഇവൻ പാളൂ എന്നുള്ളത് പിന്നെ നമ്മൾ ഇവനോട് ഇനി ഡിസ്കസ് ചെയ്യണോ ഇത് പാളൂ എന്ന് അറിയാനായിട്ട്? ഇവൻ പ്ലാൻ ചെയ്തപ്പോഴേ ഇവൻ്റെ സൗകര്യത്തിന് ഇത് പ്ലാൻ ചെയ്യുക. ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിലുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ട് പറയുന്നത്, നിങ്ങൾ 10 മണിക്ക് എണീക്കുന്ന നിങ്ങൾ നാളെ രാവിലെ തൊട്ട് 6 മണിക്ക് എണീക്കുക എന്ന് വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റൂല, ഇത് പൊളിഞ്ഞു പോകും. നിങ്ങളിപ്പോൾ 10 മണിക്കാണ് എണീക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു 3 മിനിറ്റ് നേരത്തെ എണീക്കുക. നാളെ 9:57 എണീക്കുക, മറ്റന്നാൾ 53 എണീക്കുക. ഒരു മാസം കൊണ്ട് നിങ്ങളത് ഒരു 6 മണിയിലോട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു 15 മിനിറ്റ് ഇറക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് എല്ലാ കാര്യവും ഹാബിറ്റ് ആവണം. അത് നമ്മുടെ ശീലമായാലേ ഇത് നടക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യേണ്ടെന്നുള്ളത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇത് ചെയ്യണമെന്നുള്ളത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. എനിക്ക് പോൾ വാൾട്ടിൽ പോയി കുത്തി ചാടണ്ടാന്ന് തീരുമാനിക്കാം, ഒളിമ്പിക്സിന് ഓടണ്ടാന്ന് തീരുമാനിക്കാം, കാർ റേസിന് പോകണ്ടാന്ന് തീരുമാനിക്കാം, ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിക്കണ്ടാന്ന് തീരുമാനിക്കാം, 2 പാറ രാവിലെ എണീറ്റ് പൊട്ടിക്കണ്ടാന്ന് തീരുമാനിക്കാം. എന്ത് ചെയ്യണ്ടാന്ന് തീരുമാനിക്കുന്ന പറയുന്നത് വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ്. പക്ഷെ നമ്മളുടെ ഒരു പർട്ടിക്കുലർ പ്ലാനിനകത്ത് എന്ത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാം. ഒരു ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്രെയിമിനകത്ത് ഇന്ന സാധനങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പുതിയതാവും. ഒരു കാര്യം ഫ്രഷ് ആവുന്നതിനകത്ത് പഴയ സാധനങ്ങൾ ചുമ്മാ എടുത്ത് മാറ്റിയാൽ മതി.